ഹലോ, അങ്ങനെ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ലോങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീക്കിൽ വെനസ്ഡേയിൽ ഞാനൊരു ലീവ് എടുത്തായിരുന്നേ. ലീവ് എടുക്കേണ്ട ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായി. പക്ഷെ അത് ട്യൂസ്ഡേ ഈവനിങ് ആയപ്പോഴേക്കും റിസോൾവ് ആയിട്ടോ ആയിഷ്യോ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ലീവ് എടുക്കുകയും ചെയ്തു, വെറുതെ വേസ്റ്റ് ആവുകയും ചെയ്തു. പിന്നെ അതിൽ വിഷമമൊന്നും തോന്നില്ല. വീക്ക് ഡേയ്സിൽ മിഡിൽ ഒരു റീസെറ്റ് കിട്ടുക പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ആദ്യത്തെ പാർട്ടിൽ വെനസ്ഡേ ലീവ് എടുത്ത ദിവസം ചെയ്ത കാര്യങ്ങളും ഫ്രൈഡേയും, പിന്നെ നെക്സ്റ്റ് പാർട്ടിൽ ഞാൻ സാറ്റർഡേ സൺഡേ വ്ളോഗും കൂടിയാണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ അടുത്തായിട്ട് തുടങ്ങിയിട്ടുള്ള ഒരു കലാപരിപാടിയാണ് കലണ്ടറിൽ എഴുതി വെക്കുക എന്നുള്ളത്. ഇമ്പോർട്ടന്റ് ഡേറ്റ്സും പേഡേയും എല്ലാം എഴുതി വെക്കാറുണ്ട് ഞാൻ. ഇത് തുടങ്ങാൻ മെയിൻ കാരണം മോളുടെ ഇമ്പോർട്ടന്റ് സ്കൂൾ ഡേറ്റ്സ് എഴുതി വെക്കാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കൽ സ്കൂൾ അടവുള്ള ദിവസം ഞങ്ങൾ രാവിലെ മോളെ കുത്തിപ്പൊക്കി എണീപ്പിച്ച് ഡ്രസ്സൊക്കെ മാറി സ്കൂളിൽ പോയപ്പോഴാണ് അറിഞ്ഞത് സ്കൂൾ അന്ന് ഓഫ് ആയിരുന്നു എന്ന്. ശരിക്കും സ്കൂൾ നോട്ടീസ് അയക്കുകയും ആദ്യത്തെ കലണ്ടറിൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്തതാണ് അതൊരു പബ്ലിക് ഹോളിഡേ ആണെന്ന്. പക്ഷെ എന്നത്തെയും പോലെ അത് മറന്നുപോയിട്ടോ. അതിനുശേഷം ഞാൻ തീരുമാനിച്ചൊരു കാര്യമാണ് കലണ്ടറിൽ എഴുതി വെക്കാം, എന്നിട്ട് എന്റെ മുന്നിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് കാണുമല്ലോ എന്ന്. നമ്മുടെ നോർമൽ പബ്ലിക് ഹോളിഡേസ് അല്ലാതെ ഇവിടെ സ്കൂൾ അടവുള്ള എക്സ്ട്രാ ഡേയ്സ് ഉണ്ട് കേട്ടോ. അത് ഓർത്ത് വെക്കാനാട്ടോ ഏറ്റവും പാട്. അങ്ങനെ അതിനുശേഷം ഞാൻ ടിപ്പിക്കൽ എന്റെ ക്ലീനിങ്ങിലേക്ക് തുടങ്ങി. എന്റെ മോൾ ഇപ്രാവശ്യം ടോയ്സ് എല്ലാം മിഡിൽ ഫ്ലോറിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഞാൻ അവിടെ തന്നെ ഒതുക്കി വെക്കായിരുന്നു. ഇന്നൊരു മിഡ് വീക്ക് ഡേ ആയതുകൊണ്ട് അത്യാവശ്യം എനർജി ഉണ്ടായി എല്ലാ പരിപാടികളും ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ലീവ് എടുത്തപ്പോ എന്റെ ഹസ്ബൻഡിനെ കുത്തിപ്പൊക്കിയിട്ട് മൂപ്പരാളെ കൊണ്ട് ഒരു ലീവ് എടുപ്പിച്ച്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വെറുതെ ലീവ് എടുത്തൊരു ദിവസം ഞങ്ങൾക്ക് തോന്നിയ പൂതിയാണ് മന്തി കഴിക്കാൻ പോവാന്ന്. ബിരിയാണി പോലെ ഞങ്ങൾക്ക് ഇടക്കിടക്ക് തോന്നുന്ന പൂതിയാട്ടോ മന്തി കഴിക്കാൻ പോവാന്ന്. ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്നത് ഒരു 1 hour ഡിസ്റ്റൻസിലുള്ള ഒരു സ്ഥലത്താണ്. അതിന്റെ അടുത്തൊരു സ്ഥലമുണ്ട്, ക്ലിഫ്റ്റൺ പാറ്റേഴ്സൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അവിടെ നല്ല ഒത്തന്റിക് ആയിട്ടുള്ള യമനി അറബിക് മന്തിന്റെ ഫുഡുകൾ കിട്ടുവേ. അതൊക്കെ ഒരു വട്ടം ട്രൈ ചെയ്താൽ നമുക്ക് പിന്നെയും പിന്നെ ഒരു 100 വട്ടം അങ്ങോട്ട് പോകാൻ തോന്നും, പ്രത്യേകിച്ച് അറബിക് ക്യൂസീൻസ് ഇഷ്ടമുള്ള ആൾക്കാർക്ക്. ഞാനൊരു 10 years സൗദിയിലാട്ടോ വളർന്നത്. എനിക്കൊരു 2 വയസ്സുള്ളപ്പോൾ പോയതാണ് മദീനത്തേക്ക്. എന്നിട്ട് ഒരു 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് കേട്ടോ റിട്ടേൺ വന്നത്. അപ്പൊ എന്റെ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ചൈൽഡ്ഹുഡ് മെമ്മറീസ് എല്ലാം അറബിക് ലൈഫ് സ്റ്റൈലും അറബിക് ഫുഡും ഒക്കെയാണ്. എന്റെ സിബ്ലിങ്സും അവിടെ തന്നെയാണ് വളർന്നത്. അപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് അങ്ങനത്തെ ഒരു ലൈഫാണ്. അതുകൊണ്ട് എനിക്ക് മോസ്റ്റ്ലി ലൈഫിൽ ക്രേവ് ചെയ്യുന്ന കാര്യങ്ങളും ഗൾഫിലെ ഐറ്റംസ് ആണ് കേട്ടോ. നമ്മുടെ ചൈൽഡ്ഹുഡ് മെമ്മറിയിൽ നൊസ്റ്റാൾജി ആയിട്ട് കിടക്കുന്ന ഐറ്റംസ് അല്ല നമുക്ക് കൂടുതൽ ഒന്നും കൂടെ സന്തോഷം. എന്റെ ഹസ്ബൻഡിന്റെ കഥയാണെങ്കിലോ US വന്നതിന് ശേഷം ഒത്തിരി ഡിഫറെന്റ് വെറൈറ്റി ക്യൂസീൻസ് ടേസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ ശേഷം പുള്ളിക്കും ഇൻട്രസ്റ്റ് ആണ് എല്ലാ ഫുഡും കഴിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ എത്ര മിഡിൽ ഈസ്റ്റേൺ ഫുഡുകളൊന്നും കഴിക്കാത്ത ആൾക്കാരാണെങ്കിലും ഒരു വട്ടം ഇത് ടേസ്റ്റ് ചെയ്താൽ നമുക്ക് എന്തായാലും അങ്ങോട്ട് റിപ്പീറ്റഡ് ആയിട്ട് പോകാൻ തോന്നുവേ. ഞങ്ങൾ ഒട്ടുമിക്ക ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെയും കുത്തിപ്പൊക്കിയിട്ട് ഈ കടയിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അവരെല്ലാവരും ഒരുപോലെ പറഞ്ഞ അഭിപ്രായമാണ് കേട്ടോ, സൂപ്പർ ഫുഡാണ്, ഇടയ്ക്കിടയ്ക്ക് വരണം, അത് ക്രേവ് ചെയ്യുന്നു, അത് ഓർക്കാറുണ്ട് കഴിക്കാൻ പോയത് എന്നൊക്കെ. അന്നത്തെ സ്നോ സ്റ്റോമിലുണ്ടായ സ്നോ ആണ് കേട്ടോ 2 സൈഡിലോട്ട് കിടക്കുന്നത് റോഡിന്റെ. വെറും ഫുഡ് അടിക്കാനുള്ള പുറപ്പാടായതുകൊണ്ട് ഞാൻ ചുമ്മാ ഒരു സിമ്പിൾ സ്വെറ്ററും ബീനിയും എടുത്തിട്ടോ. കുറച്ച് ഡ്രൈവ് ഉണ്ടെങ്കിലും നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകാൻ റെഡി ആയിട്ടുള്ള 2 ആൾക്കാരാണ് ഞങ്ങള്. പിന്നെ യൂഷ്വൽ അമേരിക്കൻ കാഴ്ചകളിൽ നിന്ന് ഡിഫറെന്റ് ആണ് ഈ ഒരു സ്ഥലം. കുറച്ച് ക്രൗഡഡും അടുത്തടുത്തായിട്ടുള്ള വീടുകളൊക്കെ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഈ സ്ഥലം ഞങ്ങൾക്ക് കുറച്ച് ക്ലോസ് ആയിരിക്കുന്നതിന് മെയിൻ കാരണം ഫുഡ് ആൻഡ് ഫുഡ് ഓൺലി ആണ്. ഇവിടെ ഇങ്ങനത്തെ ഫുഡ് അല്ലാതെ കുറച്ച് അടിപൊളി കോഫി ഷോപ്സും ഡെസേർട്ട് ഷോപ്സും ഉണ്ട്. നല്ല ഒതന്റിക് കുനാഫൊക്കെ കിട്ടുന്ന സ്ഥലം. അതിന്റെ വ്ളോഗ് പിന്നൊരു ദിവസം ഇടാം കേട്ടോ. ഇപ്പം US വന്നപ്പോൾ ഞാൻ ഒരു പ്രത്യേകം ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായി. എന്റെ ഒപ്പം 35 വർഷം സൗദിയിൽ നിന്ന ആളാട്ടോ. അപ്പൊ അവിടുത്തെ ഫുഡും ഇവിടുത്തെ ഫുഡും കൂടെ കമ്പയർ ചെയ്ത് കഴിച്ചപ്പോൾ ഉപ്പാക്ക് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര നൊസ്റ്റാൾജിക്കും ആയിട്ട് തോന്നി. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ റെസ്റ്റോറന്റ്. അതിന്റെ മുന്നിൽ കൂടെ പാസ് ചെയ്തതിന്റെ മെയിൻ കാരണം അവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. ഈ ഒരു ഏരിയയിലെ വീടുകളിൽ ഒരു വീട്ടിൽ തന്നെ ഒത്തിരി ഫാമിലീസ് ഒരുമിച്ച് താമസിക്കുന്നുണ്ടാവും റെന്റ് കൊടുത്തിട്ട്. പിന്നെ ഇവിടെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി കോളേജ് ഉണ്ട്. അവിടെ കേട്ടോ ഞാൻ ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോയൊരു സ്ഥലം. എന്റെ ഫാർമസി ജോബിന് വേണ്ടിയിട്ടാണ് എക്സാം എഴുതിയത്. അങ്ങനെ ഘോരഘോരം ഈ സ്ഥലത്തിനെ കുറിച്ച് പറഞ്ഞിട്ട് ഞങ്ങളെ റെസ്റ്റോറന്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഗൾഫിലെ പോലെ ടേബിളിൽ സൂപ്പർ വിരിച്ചിട്ടുണ്ട്. ഇത് ഒതന്റിക് യമനി ചിക്കൻ മന്തിയാണ് കേട്ടോ. എന്റെ ഹസ്ബൻഡ് ഓർഡർ ചെയ്തത് ലിവറും ഒരു റൊട്ടിയാണ്. പിന്നെ ഞാൻ ഓർഡർ ചെയ്ത ചിക്കൻ മന്തിയും ഹസ്ബൻഡ് ഒരു മട്ടൺ മന്തിയും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. അവരാദ്യം കൊണ്ടുവന്നിരുന്നത് ഇങ്ങനത്തെ ഒരു മട്ടൺ സൂപ്പാണ്. നല്ല ടേസ്റ്റും റിഫ്രഷിങ്ങും ആണ്. തണുപ്പത്ത് നല്ല ചൂടുള്ള സൂപ്പ് കുടിക്കുമ്പോൾ. ഞാൻ ലിവർ കഴിക്കില്ല, അതുകൊണ്ട് അത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. എന്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ചിക്കനും മട്ടണും മന്തിയും വന്നിട്ടുണ്ട്. ഇങ്ങനെ പൊളിഞ്ഞു പോരുന്ന ചിക്കനാണ്. അത്രയും അവർ ഹീറ്റ് ചെയ്ത് കുക്ക് ചെയ്യുന്നു തോന്നുന്നു. പിന്നെ റൈസിൽ അധികം ഫ്ലേവേഴ്സ് ഇട്ട പോലെ തോന്നില്ലെങ്കിലും ഭയങ്കര ഫ്ലേവർഫുൾ ആട്ടോ ഇവരുടെ റൈസ്. പിന്നെ ഈ ഒരു റൊട്ടി ഉണ്ടല്ലോ ഭയങ്കര സോഫ്റ്റ് ആണ്. കൂടെ ഈ ഒരു മസാല ഉണ്ട് കേട്ടോ. ഈ മസാല എന്തിനാന്ന് മാത്രം എനിക്ക് മനസ്സിലായില്ല, പക്ഷെ അതിന് അത്ര വലിയ ടേസ്റ്റ് ഒന്നുമില്ല. അമേരിക്കയിലെ ഫുഡിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ കുറെ ക്വാണ്ടിറ്റി ഉണ്ടാവും. നമ്മൾ കാശ് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാവുക. പിന്നെ ഭംഗിയുള്ള സ്നോന്റെ വേറൊരു റിയാലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ റോഡിന്റെ കോലം കാണിച്ചത്. യൂഷ്വൽ ഡേയ്സിൽ നമ്മളെ റോഡൊക്കെ അങ്ങനെ തന്നെയാണ് കാണുക.
വണ്ടിയിൽ നിന്നുള്ള പുകയും ഇതൊക്കെ കാരണം ഒരു ടാർ പോലെയാണ് അതൊക്കെ കിടക്കുക. പിന്നെ ഇത് കൂടാണ്ട് ഇവിടെ കുറെ ഡെസേർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ലൈം ജ്യൂസും മേടിച്ച് കുടിച്ചായിരുന്നു ഇൻ ബിറ്റ്വീൻ ഞങ്ങള്. ബാക്കി വന്ന എക്സ്ട്രാ ഫുഡ് ഒരു വറ്റ പോലും വേസ്റ്റ് ആക്കാതെ ഞങ്ങൾ പാക്ക് ചെയ്തിട്ടുണ്ട് വീട്ടിലോട്ട്. ഇവരുടെ മീറ്റിന്റെ ടെൻഡർനെസ്സും ആ ഒരു റൈസിന്റെ ഫ്ലേവറും ആട്ടോ എടുത്ത് പറയേണ്ടത്. ഓരോ വട്ടം കഴിക്കുമ്പോഴും ഇവരെങ്ങനെ ഇത് ഉണ്ടാക്കണമെന്നൊരു 100 വട്ടം ചിന്തിക്കാറുണ്ട്. ഇവിടെ റിപ്പീറ്റഡ് ആയി ഞങ്ങൾ എത്ര വട്ടം വന്നിക്കണമെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. അതുകൊണ്ട് ഇവിടെ ഹോട്ടൽ നടത്തുന്ന ആൾക്കാര് ഞങ്ങളെ കാണാപ്പാടം അറിയാട്ടോ. ഞങ്ങൾ വന്നാൽ തന്നെ ഒരു പ്രത്യേക ഹായ് പറച്ചിലാണ് ഞങ്ങൾ മനസ്സിലാവുക അവർക്ക്. ഈവൻ സ്നോ ആയിട്ട് വണ്ടി നിർത്താൻ സ്ഥലമില്ലാതായപ്പോ അവരെ ഗരാജിന്റെ മുന്നിൽ നിർത്തിക്കോളാൻ പറഞ്ഞു ഞങ്ങളടുത്ത്. അത്രയും കമ്പനിയാണ് കേട്ടോ. ഇവിടെ വന്നാൽ പാർക്കിംഗ് സ്പോട്ട് കിട്ടാനാണ് ഏറ്റവും പാട്. കാരണം റോഡ് സൈഡ് പാർക്കിംഗ് മാത്രമേ ഉള്ളൂ. ഈവൻ റെസ്റ്റോറന്റിനും അവരുടേതായ പാർക്കിംഗ് സ്പേസ് ഇല്ല. എന്നാലും അവിടെ എപ്പ ചെന്നാലും ഭയങ്കര തിരക്കും കുറെ ആൾക്കാരുമാണ്. ഏത് ലോകത്താണെങ്കിലും നല്ല ടേസ്റ്റുള്ള ഭക്ഷണം വിളമ്പിയ എങ്ങനെയാണെങ്കിലും ആൾക്കാർ വന്ന് തിന്നുന്നുള്ളതിനുള്ള ഒരു എക്സാമ്പിൾ ആണത്. ഞങ്ങളെ പോലത്തെ ആൾക്കാർ പോയല്ലോ, അത് തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണം. ദുബായിൽ പോയപ്പോ ദുബായിൽ നിന്നും, നാട്ടിൽ പോയപ്പോ നാട്ടിൽ നിന്നും, അമേരിക്ക വന്നപ്പോ അമേരിക്കയിൽ നിന്നും ഞങ്ങൾ മന്തി കഴിച്ചിട്ടുണ്ട്. എല്ലാം ഡിഫറെന്റ്ലി യുണീക്ക് ആണെന്ന് തന്നെ പറയാം. പിന്നെ വീട്ടിൽ വന്നപ്പോ മോൾക്ക് കുറച്ച് നെയിൽ പോളിഷ് ചെയ്യണമെന്ന് ആഗ്രഹം. അപ്പൊ അത് ഇട്ടുകൊടുക്കായിരുന്നു ഞാന്. അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും എന്റെ വാഷറും സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഡ്രയറിലേക്ക് എടുത്തിട്ടു എന്റെ ലോണ്ടറി മുഴുവൻ. കുറച്ച് യൂഷ്വൽ പരിപാടീസ് ആണ്. ഇതോടുകൂടി വെറുതെ ലീവ് എടുത്തൊരു വെനസ്ഡേ വൈൻഡപ്പ് ചെയ്തു കേട്ടോ. ഇടക്കൊക്കെ ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കണം എന്ന് ഞാൻ പറയുമെങ്കിലും പേച്ചൊക്കെ വരുമ്പോ എനിക്ക് തന്നെ വിഷമം വരാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുന്നത് ഫ്രൈഡേ നൈറ്റ് ആയിട്ടുണ്ട്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ ഒരു 5:30 ആയിട്ടുണ്ട് അമേരിക്കൻ സമയം. ഫ്രൈഡേ നൈറ്റ് ഞാൻ ചുമ്മാ എന്റെ ഫ്രണ്ടിനെ അവരുടെ ഫാമിലിനെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട് ഡിന്നറിന് വേണ്ടിയിട്ട്. അപ്പൊ ആദ്യം തന്നെ ഞാൻ ക്ലീൻ ചെയ്യാൻ പോയത് എന്റെ എൻട്രി വേ ആണ്. ഈ സ്നോ കാരണം എപ്പോഴും നാശാവുന്നത് എന്റെ എൻട്രി വേ ആണ് കേട്ടോ. മെയിൻ കാരണം നമ്മൾ ഷൂ ഇട്ടിട്ട് ഉള്ളിൽ കയറുമ്പോൾ അതിന്റെ വെള്ളം ഫുൾ അവിടെ ലീക്ക് ആവും. എന്നിട്ട് ചളിയും വെള്ളവും കൂടെ ഒരു ഫുൾ പാച്ച് പോലെ വീഴും എൻട്രി വേയില്. അപ്പൊ അതൊന്ന് പെട്ടെന്ന് ക്ലീൻ ആക്കി എടുക്കായിരുന്നു. ഇതിന് പ്രത്യേകിച്ച് ഒരു സൊല്യൂഷൻ എനിക്ക് എത്ര ആലോചിച്ചിട്ടും കിട്ടണില്ല. എന്റെ മാനേജർ സജസ്റ്റ് ചെയ്ത പോലെ ഒരു ഫുള്ള് വലിയ പ്ലാസ്റ്റിക് ഷീറ്റ് അങ്ങ് വിരിച്ചാലോ എന്ന് ആലോചിക്കാൻ ഞാൻ. കാരണം എത്ര ക്ലീൻ ആക്കിയിട്ടും കാര്യമില്ല, പിന്നെയും ബാഡ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ ട്രാഷും കൂടെ കളഞ്ഞിട്ട് മോളി വന്ന് നോക്കുമ്പോ ഡിന്നർ പ്രിപ്പറേഷൻസിലാണ് ഹസ്ബൻഡ്. ഈ ഫിഷിന്റെ പേരാട്ടോ പൊമ്പാനോ. അത് ഞങ്ങൾ മീൻകറി വെച്ചിട്ടുണ്ട്, കപ്പ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്കാണെങ്കിലോ പണി കഴിഞ്ഞ് വന്നപ്പോ ഒരു ആന തിന്നാനുള്ള വിശപ്പുണ്ട്. അപ്പൊ ഞാൻ തൽക്കാലം ഗ്രേപ്സ് എടുത്ത് തിന്നോണ്ടിരിക്കാം. അവരെടുത്ത് ഞാൻ മുൻകൂട്ടി 7:30 എന്ന് പറഞ്ഞ കാരണം കുറച്ച് ക്ലീൻ ചെയ്യാനുള്ള ടൈം ഉണ്ട് കേട്ടോ. ഇന്നലെ ഹസ്ബൻഡ് ഷോപ്പിംഗ് കഴിഞ്ഞ് വന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ഒതുക്കിയൊക്കെയായിരുന്നു പെട്ടെന്ന്. ടൈമർ വെച്ച് ഷടപടേ തീർക്കുകയായിരുന്നു ഞാൻ ക്ലീനിങ്. യൂഷ്വലി ഞങ്ങൾ എപ്പോഴും ബിരിയാണി ആയിട്ട് ഉണ്ടാക്കുക. അപ്പൊ ഇപ്രാവശ്യം ഡിഫറെന്റ് ആയിട്ട് അവർക്ക് നാടൻ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ച് മീൻ പൊരിച്ച ഉണ്ടാക്കായിരുന്നു. മീൻ പൊരിക്കുന്നത് തിലാപ്പിയ പറഞ്ഞ ഒരു ഫിഷാണ്. ഞാൻ വീട് വാങ്ങിയതിന് ശേഷം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഹോസ്റ്റ് ചെയ്യലാണ്. കുറച്ച് ടൈം കൺസ്യൂമിങ്ങും ക്ലീനിങ്ങും ഒക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും മനസ്സിൽ സന്തോഷം തോന്നുന്ന കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ വീട്ടിലേക്ക് വിളിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന സ്പേസിൽ നമ്മളെ ആൾക്കാരെ വിളിച്ച് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, അത് അവരെ എൻജോയ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും മനസ്സിന് സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. അവരിടക്കിടക്ക് നമ്മളെ ഇൻവൈറ്റ് ചെയ്യാറുണ്ട് കേട്ടോ. സ്വന്തമായിട്ട് രക്തബന്ധത്തിലുള്ള ആരും ഞങ്ങൾക്ക് അമേരിക്കയിലില്ല. പക്ഷെ ഭയങ്കര ഗ്രേറ്റ്ഫുൾ എന്ന് പറയാം, ഇങ്ങനത്തെ കുറച്ച് നല്ല ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. അവരെ വിളിക്കുക, അവരുടെ ടൈം സ്പെൻഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ലുക്ക് ഫോർവേഡ് ചെയ്യുന്നത് വീക്കെൻഡിന് അതിന് വേണ്ടിയിട്ടാ. എനിക്കിപ്പോ ഇതിനെ ടേബിൾ നിറയെ ഭക്ഷണം കാണണം. അപ്പൊ ടെൻഷൻ ആയപ്പോൾ ഞാൻ കുറച്ചും കൂടെ ചോറും എടുത്ത് വെച്ചേ. അങ്ങനെ സമയമായപ്പോഴേക്കും കൃത്യമായിട്ട് കുക്കിങ്ങും കഴിഞ്ഞു, ക്ലീനിങ്ങും കഴിഞ്ഞു, എല്ലാം സെറ്റായി. അവർ വന്നപ്പോൾ എന്റെ ഹസ്ബൻഡ് ഫ്രഷ് ആയിട്ട് ഓറഞ്ച് ജ്യൂസ് സ്ക്വീസ് ചെയ്ത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ആ ജ്യൂസ് മെഷീന്റെ വീഡിയോ ഞാൻ പ്രത്യേകം വേറൊരു വീഡിയോ ആയിട്ട് തന്നെ ഇടാട്ടോ. കുറച്ച് കൂടുതൽ പറയാണ്ട് അതിനെ കുറിച്ചിട്ട്. പിന്നെ ഇവിടുത്തെ കോമൺ ആയിട്ടാണ് ഇങ്ങനെ ചിപ്സും ഡിപ്പും ആയിട്ട് കിട്ടും. നല്ല ടേസ്റ്റി ഓപ്ഷൻസ് കിട്ടാറുണ്ട് അതില്. പിന്നെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പിസ്സ മേടിച്ചു. ഫിഷ് കറി സ്പൈസി ആണെങ്കിൽ അവർ കഴിച്ചില്ലെങ്കിലോ എന്ന് ഡൗട്ട് അടിച്ചിട്ട്. പിന്നെ ഫ്രോസൺ പൊറോട്ട, ബീഫ്, ഇത് മറ്റേ ഫ്രണ്ട് കൊണ്ടുവന്നിട്ടുണ്ടായി. ഒന്നും പറയാല, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു എല്ലാം കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. വന്നവരെല്ലാവരും ഫുഡിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതന്നെ ഞങ്ങളെ ഹാപ്പി ആക്കിയിട്ടുണ്ട്. പിന്നെ വന്ന ഫ്രണ്ട് ഒരു ലഡു ഉണ്ടാക്കിയിട്ടുണ്ടായി ഹോം മെയ്ഡ്, അതും കഴിച്ചു നോക്കിട്ടോ ഞങ്ങള്. സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. ഇൻ ബിറ്റ്വീൻ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളിങ്ങും കണ്ടന്റ് ക്രിയേഷനെ കുറിച്ചിട്ടും ഒക്കെ സംസാരിച്ചു കേട്ടോ ഞങ്ങള്. പിന്നെ വൻ കോമഡി ആയിരുന്നു. ഞങ്ങളൊരു ഗെയിം പ്ലാൻ ചെയ്ത് ജനറൽ നോളജിന്റെ ഉത്തരം കിട്ടിയില്ലെങ്കിലോ വെച്ചിട്ട് ഞങ്ങൾ കുസൃതി ചോദ്യമാണ് പ്രിപ്പയർ ചെയ്തത്. അതാണെങ്കിലും ഞങ്ങൾ 2 മണ്ടന്മാർക്ക് തീരെ ഉത്തരം പറയാനും കിട്ടിയില്ല. അത് ചീറ്റിപ്പോയെങ്കിലും ഞങ്ങൾ ഈ ഗെയിം സക്സസ്ഫുൾ ആയേ. ഈ ഒരു ഗെയിമിനെ കുറിച്ചുള്ള വേറെ വീഡിയോ ഞാൻ ഇടാട്ടോ. നല്ല രസമാണ് ആക്ച്വലി കളിക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ കുട്ടികൾക്കും ഈക്വലി ഇഷ്ടപ്പെടുന്ന ഒരു ഗെയിമാട്ടോ. അങ്ങനെ കുറെ അമേസിംഗ് മെമ്മറീസ് സ്പെൻഡ് ചെയ്തിട്ട് വീക്ക് ഡേയ്സ് കഴിഞ്ഞു. ഇനി വീക്കെൻഡ് വ്ളോഗിൽ കാണാട്ടോ. അപ്പൊ ബൈ.